മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വിശ്വാസികളിൽ പൂർണ്ണൻ അവരിൽ ഏറ്റവും നല്ല സ്വഭാവ ശുദ്ധിയുള്ളവരാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളിൽ ഉത്തമർ ഭാര്യമാരോട് നല്ല നിലയിൽ വർത്തിക്കുന്നവരാണ്. പ്രവാചകരെ, ആരാണ് ഏറ്റവും നല്ല മുസ്ലിം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരുടെ നാവിൽ നിന്നും കയ്യിൽ നിന്നും മറ്റുള്ളവർ സുരക്ഷിതരായോ അവനാണ് ഉത്തമ മുസ്ലിം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജനങ്ങളോട് കരുണ ചെയ്യാത്തവനോട് അള്ളാഹു കരുണ കാണിക്കുകയില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിന്റെ ഭാര്യയുടെ വായിൽ നീ ഇട്ടുകൊടുക്കുന്ന ഒരു ഉരുള ഭക്ഷണത്തിൽ പോലും നിനക്ക് പുണ്യമുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കപ്പെട്ടു, പ്രവാചകരെ, നല്ല സഹവാസത്തിന് കടമപ്പെട്ടവർ ആരാണ്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിന്റെ മാതാവ്. പിന്നെ ആരാണ്? നിന്റെ മാതാവ്. പിന്നെ ആരാണ്? നിന്റെ മാതാവ്. 3 പ്രാവശ്യം പറഞ്ഞ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പിന്നെ ആരാണ്? നിന്റെ പിതാവ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹുവിന്റെ തൃപ്തി മാതാപിതാക്കളുടെ തൃപ്തിയിലും അവന്റെ കോപം മാതാപിതാക്കളുടെ കോപത്തിലുമാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുടുംബബന്ധം മുറിച്ചവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇങ്ങോട്ട് ഉപകാരം ചെയ്താൽ പ്രത്യുപകാരം ചെയ്യുന്നവനല്ല കുടുംബബന്ധം ചേർക്കുന്നവൻ, ബന്ധം വിച്ഛേദിക്കപ്പെടുമ്പോൾ അത് ചേർക്കുന്നവനാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എല്ലാ പാപവും പരലോകത്തേക്കാണ് നീട്ടിവെക്കപ്പെടുക, മാതാപിതാക്കളുമായി ബന്ധം ഉപേക്ഷിച്ചവരുടേത് ഒഴികെ. അവർക്ക് ഈ ലോകത്ത് തന്നെ അതിന്റെ ശിക്ഷ എളുപ്പത്തിലാക്കും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വന്തം കുടുംബത്തിലും വിധിയിലും നീതി പുലർത്തുന്നവർ അള്ളാഹുവിങ്കൽ പ്രകാശത്തിലുള്ള പീഠങ്ങളിലായിരിക്കും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വൻ പാപങ്ങളിൽ പെട്ടതാണ് ഒരാൾ അവന്റെ മാതാപിതാക്കളെ ശപിക്കുക എന്നത്. പ്രവാചകരോട് ചോദിച്ചു, ആരെങ്കിലും അങ്ങനെ ശപിക്കുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ മറ്റൊരാളുടെ മാതാപിതാക്കളെ ശപിക്കുക, അപ്പോൾ അവർ തിരിച്ചും ശപിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാനും അനാഥ സംരക്ഷകരും സ്വർഗത്തിൽ ഇങ്ങനെയായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 2 വിരലുകൾ കൂട്ടിപ്പിടിച്ചായിരുന്നു അങ്ങനെ പറഞ്ഞിരുന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വിധവകൾക്ക് വേണ്ടി അധ്വാനിക്കുന്നവൻ ദൈവമാർഗത്തിലെ മുജാഹിദിനെ പോരാളിയെപ്പോലെയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അനന്തര സ്വത്ത് അയൽവാസിക്കു ലഭിക്കുമെന്ന് ഞാൻ ധരിക്കുവോളം അവരുടെ കാര്യത്തിൽ എന്നെ ജിബ്രീൽ മലക്ക് ഉപദേശിച്ചു കൊണ്ടേയിരുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കപ്പെട്ടു, ഏറ്റവും വലിയ പാപം ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ നിന്നെ സൃഷ്ടിച്ചവനിൽ പങ്കു ചേർക്കുക, നിന്റെ സ്വന്തം കുട്ടിയെ വധിക്കുക, നിന്റെ അയൽവാസിയുടെ ഭാര്യയുമായി ലൈംഗിക ബന്ധം പുലർത്തുക. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ രോഗിയെ സന്ദർശിക്കുക, വിശക്കുന്നവനെ ഭക്ഷിപ്പിക്കുക, ബന്ധനസ്ഥനെ മോചിപ്പിക്കുകയും ചെയ്യുക. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളിൽ ആർക്കെങ്കിലും അവരുടെ ഭൃത്യൻ ഭക്ഷണവുമായി വന്നാൽ അവനെയും നിങ്ങളുടെ കൂടെ ഇരുത്തണം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജനങ്ങളെ കുടിപ്പിക്കുന്നവൻ അവരിൽ അവസാനമാണ് കുടിക്കേണ്ടത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീചനായ ഭരണാധികാരി പ്രജകളോട് മമതയില്ലാത്തവനാണ്, നീ അവനിൽ പെട്ടുപോകരുത്.